എൻ്റെ അമ്മോ വല്ലാത്ത ചൂട് എന്ന് ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കനത്ത ചൂടിൽ വെന്തുരുകുന്നു കേരളം. പാലക്കാടിന് പുറമെ തൃശ്ശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതീവ ജാഗ്രത ഈ രണ്ട് ജില്ലകളിലും തുടരുന്നു. കൊല്ലത്തും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ മൂന്ന് ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വന്നു. അത് മറ്റൊരു കാര്യം. എന്നാൽ മറ്റുള്ള ജില്ലകളിലൊക്കെ തന്നെ ചൂടിന് ശമനമില്ല. കടുത്ത ചൂടിൽ തന്നെ മൂക്കുകുത്തി വീഴുന്നു മറ്റുള്ള ജില്ലകളും. താപനില ഈ ജില്ലകളിൽ ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പുണ്ട്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. അതുപോലെ അശ്വിൻ പാലാടി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ഈ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചുള്ള പാലക്കാട്ട് നിഖിൽ പ്രമേഷിന് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പാലക്കാട് നിങ്ങൾക്കറിയാം, വല്ലാത്ത ചൂട്. ഈ ചൂട് തുടങ്ങിയ സമയം മുതലേ തന്നെ കനത്ത ചൂടിൽ കത്തിയമരുന്ന ജില്ലയായി പാലക്കാട് മാറുകയാണ്. നിഖിൽ പ്രമേഷ് തത്സമയം. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്. കനത്ത ചൂടിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് കാര്യങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് ഹുസൈൻ. ഗുഡ് മോർണിംഗ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെയാണ് സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കായിക പരിശീലനങ്ങൾക്കുമൊക്കെ ഇപ്പോൾ കനത്ത നിയന്ത്രണം പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തുന്നത്. മെയ് 2 വരെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കരുതെന്ന് ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിറക്കുകയുണ്ടായി. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഈ സമ്മർ ക്ലാസ്സുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിൽ പലയിടങ്ങളിലും മൈതാനങ്ങളിലൊക്കെ കുട്ടികൾ കളിക്കുന്നത് കാണുമ്പോൾ തോന്നാറുണ്ട്, ഈ കുട്ടികൾക്കൊക്കെ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയില്ലേ, എന്തുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാത്തത് എന്ന് തോന്നാറുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഉചിതമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വയോജനങ്ങൾ ചികിത്സയിലുള്ള ആശുപത്രികൾ, വയോജന കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെ കൂളറുകൾ സ്ഥാപിക്കാനും ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തണ്ണീർ പന്തലുകൾ വ്യാപകമായി വിവിധയിടങ്ങളിൽ സ്ഥാപിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് സ്കെയിൻ. എന്തായാലും രാവിലെ മുതൽ തുടങ്ങുകയായി ചൂടിൻ്റെ ഒരു സാഹചര്യം, പിന്നീട് ഇങ്ങോട്ട് കൂടി വരികയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊരു 5 മിനിറ്റ് പോലും തികച്ച് ഈ ഒരു 12 മണി, 11 മണി, 1 മണി സമയത്തൊക്കെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോഴേക്കും ആളുകൾ ഇങ്ങനെ വിയർത്ത് ശരീരമാകെ തളർന്നു പോവുകയാണ്. ആ തരത്തിലുള്ളൊരു സാഹചര്യമാണ് നിലവിൽ ജില്ലയിലുള്ളത്. നമുക്കിവിടെ വന്നിറങ്ങുന്ന കുറച്ച് യാത്രക്കാരോട് വേണമെങ്കിൽ പ്രതികരണങ്ങൾ ചോദിച്ചു നോക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് ഇവിടുത്തെ ചൂട്? എന്താ സ്ഥിതി? ഇവിടുത്തെ ചൂട് താങ്ങാൻ പറ്റണില്ല, ഭയങ്കര ചൂട് തന്നെയാണ്. ഞങ്ങളെ ചിറ്റൂരിൽ വന്നാണ് നല്ല ചൂട്. നിങ്ങളുടെ ചിറ്റൂരാണോ ടൗണിലാണോ ചൂട്? ടൗണിലുണ്ട്, ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ഇത്തിരി തെങ്ങും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചിറ്റൂര്. നമുക്ക് ഇവിടുത്തെ ഓട്ടോക്കാരോടൊന്ന് ചോദിച്ചു നോക്കാം. അവര് എപ്പോഴും ഫീൽഡിലുള്ള ആളുകളാണല്ലോ. എന്താണ് ഇവിടുത്തെ ചൂടിന്റെ ഒരു സാഹചര്യം? നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി സഹിക്കാൻ പറ്റില്ല. ചൂട് ഭയങ്കരമാണ്. ഇപ്പൊ കണ്ടില്ലേ, ഫേസ് ദേഹം മൊത്തം പ്രശ്നങ്ങളാണ്. യാത്രക്കാരെന്താ പറയുന്നത്? യാത്രക്കാർ ചൂടിൻ്റെ കാര്യം തന്നെ പറഞ്ഞത്, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാത്രക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. ഉച്ച സമയത്തൊക്കെ എന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പല ആളുകളും 10 മണിയാകുമ്പോഴത്തേക്ക് പണി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അത് വീട്ടില് ആള് നഷ്ടപ്പെടുപോയി. ഇപ്പോൾ ഓട്ടോയിലൊക്കെ AC കയറ്റണം എന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട് ജനങ്ങളുടെ. ഇനി അതിനുള്ള സെറ്റപ്പ് നോക്കണം. ഗവൺമെന്റ് വഴി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓട്ടോയിലൊക്കെ ഇനി AC ആവശ്യം വരേണ്ട കാലഘട്ടങ്ങളായി. ചൂട് കൂടുതലാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ പാലക്കാട്ടുകാരൻ തന്നെയാണോ? ഞങ്ങളൊക്കെ പാലക്കാട്ടുകാരൻ തന്നെ. ഞങ്ങൾ കാലങ്ങളെ അപേക്ഷിച്ച് ആദ്യമായിട്ടാണോ ഇത്തരത്തിലുള്ള? ഈ വർഷം ഏറ്റവും കൂടുതലാണ്, എല്ലാ വർഷത്തേനെക്കാട്ടും ഏറ്റവും കൂടുതലാണ് ഇപ്രാവശ്യം ചൂട് കൂടുതൽ. അത് കാരണം ജനങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ചെറുപ്പം മുതലായാലും ശരി, വയസ്സായ ആൾക്കാരായാലും ശരി, ആർക്കും താങ്ങാൻ പറ്റില്ല ചൂട്. വണ്ടിയിൽ വെള്ളമൊക്കെ എപ്പോഴും കരുതി വെക്കും. സ്റ്റോക്കാണ് വെള്ളം. നമ്മുടെ വണ്ടിയിൽ വെള്ളം സ്റ്റോക്കാണ്. കാരണം എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ജനങ്ങൾക്കാണ് നമ്മൾക്കായാലും എന്ത് സംഭവിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര ചൂടാണ്. നിങ്ങൾക്ക് പൊതുവെ അറിയാലോ ചൂടിൻ്റെ കാര്യം. പാലക്കാട് കുറച്ച് മുൻഗണന കൂടുതലാണ് ചൂടിനും. അതന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാലക്കാട്ടുകാർ ഈ ചെറിയ ചൂടിനെയൊക്കെ പെട്ടെന്ന് പ്രതിരോധിക്കും. അവർക്ക് അവരുടെ ശരീരം തന്നെ അതിനുവേണ്ടി പാകപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ ചൂടിൽ പ്രതിരോധിച്ച് എത്ര സമയം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന അറിയാത്തൊരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി വളരെയധികം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം. പാലക്കാട്ടെ വിവിധ വെതർ സ്റ്റേഷനുകളിൽ, അതായത് മുണ്ടൂരും എരുമയൂരിലൊക്കെ ഉള്ള വെതർ സ്റ്റേഷനുകളിൽ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത് 42 ഡിഗ്രിക്ക് മുകളിലാണ്. അതായത് എല്ലായിടങ്ങളിലും, ഭൂരിഭാഗം ഇടങ്ങളിലും 42 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സമാനമായിട്ടുള്ള സാഹചര്യം തുടരാനാണ് സാധ്യത. ഒരു വേനൽ മഴ അടിയന്തരമായി ലഭിച്ചില്ലെങ്കിൽ പാലക്കാട്ടുകാരുടെ സ്ഥിതി വളരെയധികം മോശമാകുമെന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ജില്ലാ മെഡിക്കൽ ഓഫീസറും ജില്ലാ കളക്ടറും ഒക്കെ വ്യക്തമാക്കിയതും സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ തുറസായ ഇടങ്ങളിൽ കിടക്കുന്നതൊക്കെ കണ്ടാൽ അവരെ അവഗണിച്ചു പോകരുത്. ഒരുപക്ഷെ മദ്യപിച്ചിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും, പക്ഷേ അവര് നിർജ്ജലീകരണം സംഭവിച്ച് കിടക്കുകയായിരിക്കും. അതുകൊണ്ട് എക്സ്ട്രാ പരിഗണന അവരുടെ കാര്യത്തിൽ എടുക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. കനത്ത ചൂടിൽ ശ്വാസം മുട്ടുന്ന പാലക്കാട് നിന്നാണ് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലും ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി. മാത്രവുമല്ല, തൃശ്ശൂരിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു.
അശ്വിൻ പാലാഴി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, തൃശ്ശൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണോ? കുറച്ചുകൂടി മണിക്കൂർ, 1-2 മണിക്കൂർ കൂടി കഴിയുമ്പോൾ സ്ഥിതി വല്ലാത്ത അവസ്ഥയിലാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. SKN വെരി ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിൽ SKN പറഞ്ഞതുപോലെ തന്നെയാണ് അവസ്ഥ. അല്പം നേരം കൂടി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ അതിനു മുന്നേ പുലർച്ചെ മുതൽ തന്നെ ഈ വിയർത്തൊലിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് തൃശ്ശൂർ പോകുന്നു എന്നുള്ളതാണ് നമുക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാഹചര്യം. ഇപ്പോൾ രാവിലെയൊക്കെ പണിക്കിറങ്ങുന്ന ഒരു ഓഫീസിലെത്തുമ്പോൾ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 10 മിനിറ്റ് നിന്നാൽ പോലും അതുകൊണ്ട് തന്നെ വിയർത്തൊഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു പ്രശ്നമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്ന് അതീവ ജാഗ്രതയാണ് ജില്ലയിൽ നൽകിയിരിക്കുന്നത്. കാരണം ഇന്നലെ വെള്ളനിക്കരയിലെ താപനിലയത്തിൽ അവിടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചൂട് എന്ന് പറയുന്നത് 40 ഡിഗ്രിക്ക് മുകളിലാണ്. 40.2 രേഖപ്പെടുത്തിയിരിക്കുന്ന ചൂട്. അതുകൊണ്ട് എന്തായാലും ഇന്ന് ഒരു ഉഷ്ണതരംഗ സാധ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആളുകൾ പുറത്തിറങ്ങുന്ന അതീവ ജാഗ്രതയോടുകൂടി വേണം എന്നുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഒപ്പം സൂര്യാഘാതവും സൂര്യാതവും ഒക്കെ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൂര്യാഘാതമേറ്റാൽ അത് മരണത്തിലേക്ക് വരെ നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളത് ഇന്നലെ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്നു മുതൽ രാവിലെ 12 മണി മുതൽ 3 മണി വരെ പുറത്ത് ജോലി ചെയ്യുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ തൊഴിലുടമകൾക്കെതിരെ കർശന നടപടി എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി നിരീക്ഷിക്കാൻ പോലീസിനോടും ഫയർ ആൻഡ് റെസ്ക്യൂവിനോടും ഒപ്പം ജില്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും എല്ലാം അറിയിച്ചിട്ടുമുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളും ഇന്ന് തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും. ഒപ്പം തണ്ണീർപ്പന്തലുകൾ കൂടുതലായി സജ്ജീകരിക്കാനുള്ള നിർദ്ദേശവും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു 10 മണിയോടുകൂടി തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് തൃശ്ശൂർ പോകും എന്നുള്ളതാണ് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം. താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലും പാലക്കാടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിലും സ്ഥിതി അതുതന്നെയാണ്. കടുത്ത ചൂട് ഈ 3 ജില്ലകളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിലും സ്ഥിതി അത്ര ഭേദമൊന്നുമല്ല. എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. ഉച്ച സമയത്തൊക്കെ തന്നെ വെയിൽ ഒന്ന് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. തണലുള്ള പ്രദേശത്തേക്ക് മാറി നിൽക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഈ കാലത്ത് CBSE സ്കൂളുകൾ പോലെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കാൻ മാനേജ്മെൻറ്റ് ശ്രമിക്കരുത്. കുട്ടികൾക്ക് കടുത്ത ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പല സർക്കാർ പള്ളിക്കൂടങ്ങളും അടച്ചിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് പള്ളിക്കൂടങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നത് ഈ അവധിക്കാലത്ത് സാധാരണ കാഴ്ചയാണ്. അത് ഒട്ടും അനുവദിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.